ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ഇൻകം എന്ന ടോപ്പിക്കാണ്. അഗ്രികൾച്ചറൽ ഇൻകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 1A ഓക്കെ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയായിരിക്കും അഗ്രികൾച്ചറൽ ഇൻകത്തിൽ ഉൾപ്പെടുന്നത്? അതിനുള്ള ഉത്തരം ഇവിടെ തന്നെയുണ്ട്. ഒന്നാമതായി, എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡിൽ നിന്ന് അവിടെ കൃഷി ആയിരിക്കണം ചെയ്യുന്നത്, അവിടെ നിന്ന് ലഭിക്കുന്ന റെന്റ് അല്ലെങ്കിൽ എനി റവന്യൂ, അതിനെ എന്തെന്ന് വിളിക്കാം? അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വിളിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി വേറൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന്, ലാൻഡിന്റെ ഓണർ ആരാ? ഞാനാണ് ലാൻഡിന്റെ ഓണർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു റെന്റ്, വാടക കിട്ടും. കാരണം എൻ്റെ ഭൂമിയിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ഒരു വാടക അല്ലെങ്കിൽ റവന്യൂ എനിക്ക് അതിൽ നിന്ന് കിട്ടും. ആ റവന്യൂ എന്താണ്, അല്ലെങ്കിൽ ആ റെന്റ് എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒന്നാമത്തെ ഒന്നുകൂടി പറയാം. എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇന്ത്യയിൽ ഒരു വ്യക്തിക്കുള്ള ലാൻഡിൽ നിന്ന് അവിടെ കൃഷിയാണ് ചെയ്യുന്നത്, അവിടെ നിന്ന് കിട്ടുന്ന റെന്റ് ഓർ റവന്യൂ അതിന് എന്തായിട്ട് കണക്കാക്കുന്നു? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുന്നു. മറ്റൊന്നാണ് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. കൃഷി ചെയ്യുന്നതിലൂടെ ഒരു ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ഇൻകത്തെയും അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. ഇനിയും കാണുവാൻ സാധിക്കുന്നു, എനി പ്രോസസ് ബൈ കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെ നോക്കാം. എനി പ്രോസസ് ബൈ കൾട്ടിവേറ്റർ വിച്ച് റെൻഡർ ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദ മാർക്കറ്റ്. അതായത് നമ്മൾ കൃഷി ചെയ്യുന്നു, കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദായം, ആ ഒരു സാധനം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്പൊ തന്നെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല. നമ്മളതിനെ മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ വിൽക്കുവാൻ പാകത്തിനാക്കി മാറ്റണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ ചില പ്രോസസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിനെ പ്രോസസ്സ് ചെയ്താൽ മാത്രമേ അത് നമുക്ക് വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഫിറ്റ് ഫോർ ദ മാർക്കറ്റ്, മാർക്കറ്റിന് വിൽക്കാൻ പാകത്തിനാക്കി മാറ്റണം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്തായി കണക്കാക്കും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. ഒരു ഉദാഹരണം നോക്കാം. ഗിന്നിങ്, കോട്ടന്റെ ഗിന്നിങ്. അതായത് ഞാൻ കോട്ടൺ കൃഷിയാണ് നടത്തുന്നത്. ഇപ്പൊ കോട്ടൺ കൃഷി നടത്തുമ്പോൾ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താ, ആ കോട്ടൺ അല്ലെങ്കിൽ ആ പഞ്ഞി തന്നെ എനിക്ക് കിട്ടൂല. എനിക്ക് ഒരു റോ ഫോമിലായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ അത് റിഫൈൻഡ് അല്ലായിരിക്കും. നിങ്ങൾക്ക് ഇടത് സൈഡിൽ പടം കാണാൻ സാധിക്കുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഇതിൽ കാണുവാൻ സാധിക്കുന്നു കോട്ടൺ. ഈ ഒരു രീതിയിലായിരിക്കും എനിക്ക് കോട്ടൺ കിട്ടുന്നത്. ഞാൻ അതിനെ എന്ത് ചെയ്യണം? പ്രോസസ് ചെയ്യണം, അല്ലെങ്കിൽ റിഫൈൻ ചെയ്ത് ക്ലീൻ കോട്ടൺ എനിക്ക് കിട്ടണം. ഇപ്പൊ ഗിന്നിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടി ഞാൻ കടത്തിവിടും. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ എന്ത് കിട്ടും? ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ എനിക്ക് കിട്ടും. ഇതിൽ ഏതാണ് മാർക്കറ്റിന് ഫിറ്റ് ആയിരിക്കുന്നത്? ഏതാണ് എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ആദ്യത്തെ കോട്ടൺ ആണോ രണ്ടാമത്തെ കോട്ടൺ ആണോ? പ്രോസസ്സിന് ശേഷമുള്ള കോട്ടൺ ആണ് എനിക്ക് മാർക്കറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനൊരു കോട്ടന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. കോട്ടൺ മാത്രമല്ല, ഏതൊരു പ്രോഡക്റ്റും ആകാം. ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റിൽ ഫിറ്റ് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ വിൽക്കുവാൻ പാകത്തിനാകുന്ന രീതിയിൽ ഞാനൊരു പ്രോസസ്സിൽ കൂടെ കടത്തിവിടേണ്ടതുണ്ട്. ആ പ്രോസസ്സിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം, ആ ഇൻകത്തെ എന്തായിട്ട് കണക്കാക്കും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. നമ്മൾ ആദ്യം കണ്ടത് എനി പ്രോസസ് ബൈ കൾട്ടിവേറ്റർ എന്ന ഒരു രീതിയിലാണ്, ആ ഒരു ആംഗിളിൽ നിന്നാണ് നമ്മൾ കണ്ടത്. ഇനി കൾട്ടിവേറ്റർ ആരാ? ആ കൃഷി ചെയ്യുന്ന വ്യക്തി. അദ്ദേഹം തന്നെ ആകണമെന്നില്ല. ചില കൃഷികളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥലം കൃഷി ചെയ്യാൻ മറ്റൊരു വ്യക്തിക്ക് കൊടുത്തേക്കുക. എനിക്ക് ഒരു വാടക കിട്ടണം. വാടക ചിലപ്പോൾ പണമായിട്ടായിരിക്കില്ല കിട്ടുന്നത്. എനിക്ക് ചിലപ്പോൾ കിട്ടുന്നത് അവിടെ കൃഷി ചെയ്യുന്ന ആ ഒരു സാധനം തന്നെയായിരിക്കും എനിക്ക് റെന്റ് ഇൻ കൈൻഡ് എന്ന് പറയും, സാധനമായിട്ട് റെന്റ് തരും. ഉദാഹരണം, ഞാൻ കോട്ടൺ കൃഷി ചെയ്യാൻ കൊടുത്തു. കിട്ടുന്ന കോട്ടന്റെ പകുതി എനിക്ക് റെന്റായിട്ട് തരും ആ കൃഷി ചെയ്യുന്ന വ്യക്തി. അപ്പോൾ എന്നെ എന്തെന്ന് വിളിക്കാം? റെന്റ് ഇൻ കൈൻഡ്. ആ റെന്റ് ഇൻ കൈൻഡും എന്ത് ചെയ്യേണ്ടി വരും? ഇങ്ങനെ ഒരു പ്രോസസ്സിൽ കൂടെ കടത്തി വിടേണ്ടി വരും. ശരിയല്ലേ? എന്നാൽ മാത്രമേ എനിക്ക് വിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. മാർക്കറ്റിൽ വിൽക്കുവാൻ സാധ്യമായ രീതിയിലാക്കുവാൻ ഒരു പ്രോസസ്സിൽ കൂടി കടത്തി വിടേണ്ടി വരും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ്, ആ വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു പ്രോസസ്സിൽ നടത്തുമ്പോൾ കിട്ടുന്ന ആ റവന്യൂ എന്താണ്? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ടാണ് കണക്കാക്കുന്നത്. അടുത്താണ് സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ്. ഇനി അത് വിൽക്കുമ്പോൾ കിട്ടുന്ന കാശ്. നമ്മൾ ഈ ലാൻഡിൽ നിന്ന്
കൃഷി ചെയ്ത് പ്രോസസ്സിൽ കൂടെ കടത്തി വിട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യും? അത് വിൽക്കും. അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറൽ പർപ്പസ് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ കൃഷി നടത്തിയ ശേഷം കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആ സാധനങ്ങൾ നമ്മൾ വിൽക്കും. വിൽക്കാൻ നമുക്ക് കുറച്ച് പണം കിട്ടും. വിൽക്കുന്നതിന്റെ പണം കിട്ടും. ആ പണത്തെ എന്തായിട്ട് കണക്കാക്കും? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. മറ്റൊന്ന് എനി ഇൻകം ഫ്രം ഫാം ഹൗസ്. ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന ഏതൊരു ഇൻകത്തെ എന്തായിട്ട് കണക്കാക്കുന്നു? അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനി ഇൻകം ഫ്രം ഫാം ഹൗസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും ഇവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനുകളൊന്നും ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, പറയുന്നില്ല. നിങ്ങൾ ആ കണ്ടീഷൻസ് കണ്ടെത്തിയ ശേഷം ഇവിടെ കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ എനി ഇൻകം ഫ്രം ഫാം ഹൗസ് അത് അഗ്രികൾച്ചറൽ ഇൻകം ആണെന്ന് പറയുന്നു. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കണ്ടീഷനുകൾ പറയുന്നുണ്ട്. നിങ്ങളത് കണ്ടെത്തുക. അതിനുശേഷം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകത്തെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 1A ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് എനി റെന്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. മറ്റൊന്ന് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ. അടുത്ത എനി പ്രോസസ് ബൈ കൾട്ടിവേറ്റർ. നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ആദ്യത്തെ രീതി എനി പ്രോസസ് ബൈ കൾട്ടിവേറ്റർ വിച്ച് റെൻഡർ ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദ മാർക്കറ്റ്. അടുത്തത് എനി പ്രോസസ് ബൈ റിസീവർ ഓഫ് റെന്റ് ഇൻ കൈൻഡ് വിച്ച് റെൻഡർ ദ പ്രൊഡ്യൂസ് ഫിറ്റ് ഫോർ ദ മാർക്കറ്റ്. അടുത്ത സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ്. ഇനി കാണുവാൻ സാധിക്കുന്നു എനി ഇൻകം ഫ്രം ഫാം ഹൗസ്. അപ്പൊ അഗ്രികൾച്ചറൽ ഇൻകത്തെ കുറിച്ച് ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇതൊക്കെ അഗ്രികൾച്ചറൽ ഇൻകത്തിന് കീഴിൽ വരുന്നതാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ അഗ്രികൾച്ചറൽ ഇൻകം. ഒരു ഇൻകത്തെ നോക്കിയ ശേഷം അത് അഗ്രികൾച്ചറൽ ഇൻകം ആണോ അല്ലയോ നമുക്ക് തിരിച്ചറിയണം. അതിന് 1-2 ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നടത്തി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അഗ്രികൾച്ചറൽ ഇൻകം ആണോ അല്ലയോ എന്ന്. അതിൽ ഒന്നാമത്തേതാണ് ദ ലാൻഡ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദ അഗ്രികൾച്ചറൽ ലാൻഡ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഈ കൃഷിയെ കുറിച്ച് പറയുന്നു. ആ കൃഷി ചെയ്യുന്ന സ്ഥലം ഇന്ത്യയിലായിരിക്കണം. ഇന്ത്യയിലാണെങ്കിൽ മാത്രമേ അതിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുകയുള്ളൂ. ഇഫ് അഗ്രികൾച്ചറൽ ഇൻകം ഈസ് റിസീവ്ഡ് ഫ്രം എ ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇറ്റ് വിൽ നോട്ട് ബി അഗ്രികൾച്ചറൽ ഇൻകം. അതായത് എനിക്ക് കാനഡയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഞാൻ കൃഷി ചെയ്യുന്നു, അവിടെ നിന്ന് എനിക്ക് ഇൻകം ലഭിക്കുന്നു. ആ ഇൻകത്തെ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുവാൻ സാധിക്കുമോ ഇല്ലയോ? ഒരിക്കലും സാധിക്കില്ല. കാരണം ആ ലാൻഡ് എവിടെയാ? ഇന്ത്യയിലല്ല. സച്ച് ഇൻകം വിൽ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതിനെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന ഹെഡിലായിരിക്കും ഉൾപ്പെടുത്തുന്നത്. അത് അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഹെഡ്സ് ഓഫ് ഇൻകം അല്ലേ ഒന്ന് കമന്റ് ചെയ്തേ. 5 ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ പറഞ്ഞായിരുന്നു, അതൊന്ന് കമന്റ് ചെയ്യുക. രണ്ടാമത്താണ് ലാൻഡ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഒന്നാമത്തത് ലാൻഡ് ഇന്ത്യയിലായിരിക്കണം. രണ്ടാമത്തത് ലാൻഡ് യൂസ് ചെയ്യുന്ന അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയായിരിക്കും. നമുക്ക് ലാൻഡിൽ പല കാര്യങ്ങളും നടത്താം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? അഗ്രികൾച്ചറൽ ഇൻകം ആകണമെങ്കിൽ ലാൻഡ് അഗ്രികൾച്ചറൽ പർപ്പസിന് യൂസ് ചെയ്യണം. അഗ്രികൾച്ചർ മീൻസ് പെർഫോമൻസ് ഓഫ് ബേസിക് ഓപ്പറേഷൻസ് ഓഫ് അഗ്രികൾച്ചർ ലൈക്ക് പ്ലവിങ്, സോയിങ്, ഹാർവെസ്റ്റിംഗ് എക്സെട്ര. അതായത് ബേസിക് ആയിട്ട് നമ്മൾ ടില്ലിങ് അല്ലെങ്കിൽ വാട്ടറിങ്, സോയിങ്, ഹാർവെസ്റ്റിംഗ് ഇതൊക്കെ നടത്തും ലാൻഡിൽ. ഇതൊക്കെയാണ് ബേസിക് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇഫ് ദീസ് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഓൺലി ദെൻ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചറൽ ഇൻകം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കൃഷി അതാണ് ശരിക്കും നടക്കുന്നതെങ്കിൽ മാത്രമേ അതിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുകയുള്ളൂ. സോ ഇൻകം ഫ്രം ക്വാറീസ് ഈസ് നോട്ട് അഗ്രികൾച്ചറൽ ഇൻകം. നമുക്കറിയാം ക്വാറീസ് ഉണ്ട്, സ്റ്റോൺ ക്വാറീസ്, പാറമടകളൊക്കെ. സത്യത്തിൽ അതും ലാൻഡ് അല്ലേ, ലാൻഡ് നടക്കുന്നതല്ലേ. പക്ഷെ അതിനെ എന്തായിട്ട് കണക്കാക്കൂല. അതിനെ ഒരിക്കലും അഗ്രികൾച്ചറൽ ഇൻകം, നമ്മുടെ ക്വാറിയിൽ നിന്ന് കല്ല് കയറി പോവുകയാണ്, അതിനെ എന്തായിട്ട് കണക്കാക്കുകയില്ല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുകയില്ല. ലാൻഡിൽ നിന്നാണ് കാര്യം പറഞ്ഞാൽ ഇന്ത്യയിലാണ്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താ? അഗ്രികൾച്ചറൽ ആയിട്ട് ബന്ധപ്പെട്ട, കൃഷിയായിട്ട് ബന്ധപ്പെട്ട അല്ല നടക്കുന്നത്. അവിടുന്ന് കല്ലെടുക്കുന്നു, കല്ല് കയറ്റി വിടുന്നു. അതൊരിക്കലും അഗ്രികൾച്ചറൽ ഇൻകത്തിന് കീഴിൽ വരില്ല. മൂന്നാമത്താണ് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. ആ ഇൻകം എവിടുന്ന് തന്നെ ഡിറൈവ് ചെയ്യണം? ലാൻഡിൽ നിന്ന് തന്നെ. അതായത് there must be direct relationship between the land and the income. നമുക്ക് കിട്ടുന്ന ഇൻകവും ലാൻഡും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് ദ റിലേഷൻഷിപ്പ് ഈസ് ഇൻഡയറക്റ്റ് ഓർ റിമോട്ട് ദ ഇൻകം വിൽ നോട്ട് ബി അഗ്രികൾച്ചറൽ ഇൻകം. അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം അതിന് ആ ലാൻഡുമായിട്ട് ഡയറക്റ്റ് ആയിട്ടൊരു ബന്ധമില്ല, ഒരു ഇൻഡയറക്റ്റ് ബന്ധം മാത്രമാണ് ഉള്ളതെങ്കിൽ അതിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ
As such, salary received by a farm manager or dividend from an agricultural company are not agricultural income. ഒരു ഫാം മാനേജർ, നമ്മുടെ ഫാം ഹൗസ്, അതിന്റെ ഒരു ഫാം മാനേജർ, ആ മാനേജറുടെ ഇൻകം എന്തല്ല, ഒരിക്കലും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. കാര്യം പറഞ്ഞാൽ കൃഷിയായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, ഇൻഡയറക്റ്റ് ബന്ധമുള്ളേ, ഡയറക്റ്റ് ബന്ധമില്ല. അതുകൊണ്ട് അതിനെ എന്തായിട്ട് കണക്കാക്കൂല, അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കൃഷി നടത്തുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ നമുക്ക് ഷെയർ ഉണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് അതെന്തായിട്ട് കണക്കാക്കുകയില്ല, അത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാക്കുകയില്ല. കാരണം അതിന് കൃഷിയായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല. കാര്യം പറഞ്ഞാൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയാണ്, കൃഷി നടത്തുന്ന ഒരു കമ്പനിയാണ്, പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഡിവിഡൻഡാണ്. അതിനെ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ഒരിക്കലും കണക്കാക്കുകയിലൂടെ പറയുന്നത് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. ലാൻഡിൽ നിന്ന് തന്നെയായിരിക്കണം നമുക്ക് ആ ഇൻകം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ടോപ്പിക് ഇതാണ്, ടെസ്റ്റ് ടു ഡിറ്റർമൈൻ അഗ്രികൾച്ചറൽ ഇൻകം. 3 കാര്യങ്ങളാണ് കണ്ടത്. ഒന്നാമത്താണ് ലാൻഡ് എവിടെയായിരിക്കണം, ഇന്ത്യയിലായിരിക്കണം. രണ്ടാമത്തത് അവിടെ നടക്കുന്നത് കൃഷിയായിരിക്കണം, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയായിരിക്കണം ലാൻഡ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തത് ഇൻകം ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാൻഡ്. ഇൻകം എവിടുന്ന് വന്നതായിരിക്കണം, എവിടുന്ന് വന്നതാണ്, ലാൻഡിൽ നിന്ന് വന്നതാണ്. അതായത് ലാൻഡും ആ ഇൻകവുമായിട്ട്, അല്ലെങ്കിൽ കൃഷിയും ഇൻകവുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിന് എന്തായിട്ട് കണക്കാക്കിയില്ല, ഇൻകം ആണത്, പക്ഷെ അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഉദാഹരണം ഫാം മാനേജർ സാലറി എന്താ, അഗ്രികൾച്ചറൽ ഇൻകം അല്ല. അപ്പോൾ അഗ്രികൾച്ചറൽ കമ്പനി അവിടെ നിന്ന് ഡിവിഡൻഡ് എന്തല്ല, അഗ്രികൾച്ചറൽ ഇൻകം അല്ല. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന ടോപ്പിക്കാണ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. ചില സാഹചര്യങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തെ കോമ്പോസിറ്റ് ഇൻകം എന്ന് വിളിക്കും. കാരണം അതിനകത്ത് അഗ്രികൾച്ചറൽ ഇൻകവും ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ ഇൻകവും ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും അഗ്രികൾച്ചറൽ ഇൻകം, ബാക്കി എന്തായിരിക്കും, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിരിക്കും. ഈ ഒരു സാഹചര്യമാണ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. നമുക്ക് ആ ഒരു സാഹചര്യം ഒന്ന് പരിശോധിക്കാം. When an assessee performs both agricultural and manufacturing process simultaneously. ഒരു വ്യക്തി ഒരേ സമയം സൈമൾട്ടേനിയസ് ആയിട്ട് അഗ്രികൾച്ചറൽ പ്രോസസ്സും അതിലും ഏർപ്പെട്ടിട്ടുണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സിലും ഏർപ്പെട്ടിട്ടുണ്ട്. കൃഷിയും ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ഒരു മാനുഫാക്ചറിങ്ങും നടത്തുന്നുണ്ട്. ഹിസ് ടോട്ടൽ ഇൻകം വുഡ് കൺസിസ്റ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഇവിടെ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ ഇൻകം കോമ്പോസിറ്റ് ഇൻകം ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇൻകത്തിൽ എന്തൊക്കെയുണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ട്. ഈ ഒരു സാഹചര്യം നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അണ്ടർ സച്ച് എ കേസ് ദ ഫോളോയിങ് ഡിവിഷൻസ് ആർ മെയ്ഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് രണ്ടും തമ്മിൽ വേർതിരിച്ചെടുക്കണം. എന്തോരമാണ് അഗ്രികൾച്ചറൽ ഇൻകം, അല്ലെങ്കിൽ എത്രത്തോളമാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. നമുക്ക് 1-2 സാഹചര്യങ്ങൾ പരിശോധിക്കാം. ആദ്യമായി തന്നെ വെൻ ഗ്രീൻ ടീ ലീവ്സ് ബ്രോഡ് ഫ്രം ഓൺ പ്ലാന്റേഷൻസ് ആർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ്, 60% ഓഫ് ഇൻകം ഈസ് അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് 40% ഈസ് ബിസിനസ് ഇൻകം. അതായത് ഞാൻ എന്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ടീ മാനുഫാക്ചറിങ്, തേയില, അതാണ് ഞാൻ വിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത ഇതാണ്, ഈ തേയില ഉണ്ടാക്കാനുള്ള ടീ ലീവ്സ് അത് എന്റെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ തേയില ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ആയ ടീ ലീവ്സ് അത് ഞാൻ എന്റെ പ്ലാന്റേഷൻസ്, എന്റെ കൃഷിയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങുകയല്ല, അല്ലെങ്കിൽ മറ്റൊരു കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. ഞാൻ എന്റെ സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നു, അത് എടുത്ത ശേഷം അത് മാനുഫാക്ചർ ചെയ്യുന്നു. ഈ സിമ്പിളാണ്. എന്റെ തോട്ടത്തിൽ നിന്ന് തേയിലകൾ എടുക്കുന്നു, അതിനുശേഷം അത് പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ട ശേഷം ഞാനത് തേയിലയാക്കി വിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടുന്ന ഇൻകം, എനിക്ക് സെയിലിൽ നിന്നൊരു ഇൻകം കിട്ടൂലോ, ഇതിന്റെ 60% 60% അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് കണക്കാം, 40% ബിസിനസ് ഇൻകം, അതായത് ഒരു നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ടീ ലീവ്സിന്റെ സാഹചര്യത്തിൽ ഞാൻ സ്വന്തം കൃഷി ചെയ്യുന്നു, അത് പ്രോസസ് ചെയ്ത് ടീ ആക്കി വിൽക്കുന്നു, തേയിലയാക്കി വിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്റെ ഇൻകത്തിന്റെ 60% അഗ്രികൾച്ചറൽ ഇൻകവും 40% ബിസിനസ് ഇൻകവുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു ഡിവിഷനും സാഹചര്യവും വ്യക്തമാണെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കോഫി. ഞാൻ കോഫി ആണ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നത്. സെയിം സാഹചര്യം, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കോഫി, എന്റെ തോട്ടത്തിൽ നിന്നുള്ള കോഫി അത് തന്നെ പ്രോസസ്സിൽ കൂടെ കടത്തിവിട്ട് കോഫിയാക്കി ഞാനത് വിൽക്കുകയാണ്. ഇവിടെ 75% ഇൻകം എന്തായിട്ട് കണക്കാക്കുന്നു, അഗ്രികൾച്ചറൽ ഇൻകം.
25% ബിസിനസ് ഇൻകം. ഇവിടുത്തെ പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. കാരണം എന്നാ 75% മാത്രമേ എന്തായിട്ട് കണക്കാക്കുള്ളൂ, അഗ്രികൾച്ചറൽ ഇൻകം. ബാക്കി 25% എന്താ, ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കും. മറ്റൊരു സാഹചര്യം റബ്ബർ ലാറ്റക്സ്. റബ്ബറിന്റെ സാഹചര്യമാണെങ്കിൽ 65% എന്തായിട്ട് കണക്കാക്കും, അഗ്രികൾച്ചറൽ ഇൻകം. ബാക്കി 35% ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം എന്ന ടോപ്പിക്കാണ്. കോമ്പോസിറ്റ് ഇൻകം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ലഭിക്കുന്ന ഇൻകത്തിന്റെ ഒരു പാർട്ട് അഗ്രികൾച്ചറൽ ഇൻകവും ബാക്കി ഭാഗം നോൺ അഗ്രികൾച്ചറൽ ഇൻകവുമായിരിക്കും. ഇപ്പൊ ഗ്രീൻ ടീ ലീവ്സ് ആണെങ്കിൽ 60% അഗ്രികൾച്ചറൽ ഇൻകം, 40% ബിസിനസ് ഇൻകം. കോഫി ആണെങ്കിൽ 75% അഗ്രികൾച്ചറൽ ഇൻകം, 25% ബിസിനസ് ഇൻകം. റബ്ബർ ആണെങ്കിൽ 65% അഗ്രികൾച്ചറൽ ഇൻകം ആൻഡ് 35% ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന ടോപ്പിക്കാണ് ക്ലബിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. ഇച്ചിരി എളുപ്പത്തിൽ പറയുകയാണ് ഇന്റഗ്രേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഇന്റഗ്രേഷൻ. എന്താണ് ഇന്റഗ്രേഷൻ, അല്ലെങ്കിൽ എന്താണ് ക്ലബിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും ഇന്റഗ്രേഷൻ പ്രോസസ് നടക്കുന്നത്. രണ്ടു കൂട്ടം കാര്യങ്ങൾ ക്ലബ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. എന്തൊക്കെ തമ്മിലാ? അഗ്രികൾച്ചറൽ ഇൻകം, നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അതായത് മനസ്സിലാക്കുക, ദ അഗ്രികൾച്ചറൽ ഇൻകം ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അഗ്രികൾച്ചറൽ ഇൻകത്തിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഗ്രികൾച്ചറൽ ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സബിൾ. It is exempt from tax. It is added or integrated with non-agricultural income in certain cases for rate purpose. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ചെയ്തതാണ് എങ്കിലും നമ്മൾ ടോട്ടൽ ഇൻകത്തോട് അത് ഉൾപ്പെടുത്തും, ടോട്ടൽ ഇൻകത്തിൽ. അല്ലെങ്കിൽ നമ്മുടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തോട് എന്ത് ആഡ് ചെയ്യും? അഗ്രികൾച്ചറൽ ഇൻകം. ആ ആഡിങ് പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ക്ലബിംഗ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ. കാണുക, it is exempt from tax. Sometimes it is added or integrated with non-agricultural income in certain cases for rate purpose. അതായത് ഇൻകം ടാക്സ് റേറ്റ് കണ്ടുപിടിക്കുന്ന ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ക്ലബ് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യും, ആഡ് ചെയ്യും. The process of adding the agricultural income with non-agricultural income is called integration. അതായത് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലബിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകത്തെ നോൺ അഗ്രികൾച്ചറൽ, അതായത് കൃഷിയിൽ നിന്നല്ലാതെ മറ്റേത് ഇൻകവും അതുമായിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണുവാൻ സാധിക്കും ഏത് സാഹചര്യത്തിലായിരിക്കും ഈ ഇന്റഗ്രേഷൻ നടത്തുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇന്റഗ്രേഷൻ നടത്തുമോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകത്തോട് ആഡ് ചെയ്യണ്ടയോ? നമ്മൾ ഉത്തരവ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യം മനസ്സിലാക്കുക. നോൺ അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് ദ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ്. അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റ് എത്രയാ? 2,50,000 ആണ്. സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ വ്യത്യാസമുണ്ട്. നമ്മളിവിടെ കാണുന്നത് സാധാ ഒരു സിറ്റിസനെ സംബന്ധിച്ച, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് 2,50,000 രൂപയാണ്. ഒരു വ്യക്തിയുടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2,50,000 രൂപയിൽ കവിയുകയാണെങ്കിൽ, ഒരു കാര്യം കൂടി ഉണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം എക്സീഡ്സ് 5,000 in the 11 previous year. അതായത് ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ഇൻകം അല്ലെങ്കിൽ എന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2,50,000 രൂപയിൽ കൂടുതലാണ്. അതുപോലെ എനിക്ക് കൃഷിയിൽ നിന്നുള്ള ഇൻകം 5,000 രൂപയിൽ കൂടുതലാണ്. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലബിംഗ് നടക്കും, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ നടത്തും. ഇപ്പോൾ എന്റെ ഇൻകം 2,80,000 ആണെന്ന് കരുതുക. എന്റെ അഗ്രികൾച്ചറൽ ഇൻകം 7,500 ആണെന്ന് കരുതുക. ഇവിടെ ക്ലബിംഗ് നടക്കുവോ ഇല്ലയോ? നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യുക. മറ്റൊരു ചോദ്യം, എന്റെ അഗ്രികൾച്ചറൽ ഇൻകം 10,000 രൂപയാണ്. എന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 1,50,000 രൂപയാണ്. ഇവിടെ ക്ലബിംഗ് നടക്കുവോ ഇല്ലയോ? മറ്റൊരു ചോദ്യം, എന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2,00,000 രൂപയാണ്. എന്റെ അഗ്രികൾച്ചറൽ ഇൻകം 4,00,000 രൂപയാണ്. ഇവിടെ ക്ലബിംഗ് നടക്കുവോ ഇല്ലയോ? ഇതിനെല്ലാം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം.
കോൺസെപ്റ്റ് ഇതാണ്. രണ്ട് കൂട്ടം കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കണം. ഒന്ന്, എന്റെ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2.5 ലക്ഷം രൂപയിൽ കവിഞ്ഞിരിക്കണം, കൂടിയിരിക്കണം. അതായത് കൃഷിയിൽ നിന്നല്ലാതെ മറ്റ് വരുമാനങ്ങൾ, എന്റെ മറ്റു വരുമാനങ്ങൾ, അതായത് 5 ഹെഡ്സ് ഓഫ് ഇൻകം അറിയാം, അതെല്ലാം കൂടി കൂട്ടി 2.5 ലക്ഷം രൂപയിൽ കവിഞ്ഞിരിക്കണം. പ്ലസ് എന്റെ അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതലായിരിക്കും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച 3 സാഹചര്യങ്ങളുടെയും 3 ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാം. നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ്. ലാൻഡിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ വരുമാനത്തെയും അഗ്രികൾച്ചറൽ ഇൻകം എന്ന് വിളിക്കുവാൻ സാധിക്കില്ല. സാധിക്കുമോ? നിങ്ങൾ തന്നെ പറ, സാധിക്കുമോ ഇല്ലയോ? ഒരിക്കലും സാധിക്കില്ല. നമ്മൾ ഇവിടെ ഒരു ലിസ്റ്റ് കാണുന്നുണ്ട്, കുറെ കൂട്ടം കാര്യങ്ങൾ കാണുന്നു, ശരിയല്ലേ? ഇതൊന്നും അഗ്രികൾച്ചറൽ ഇൻകം അല്ല. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത് അഗ്രികൾച്ചറൽ ഇൻകം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് തോന്നാം. പക്ഷെ ഇതല്ല. എന്താ? നോൺ അഗ്രികൾച്ചറൽ ഇൻകമാണ്. ഏതൊക്കെയാണെന്ന് നോക്കി മനസ്സിലാക്കുക. പല കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കാം, വായിച്ചു നോക്കുക, എന്നിട്ട് ശരിക്കും ചിന്തിച്ച് നോക്കുക. ഇത് അഗ്രികൾച്ചറൽ ഇൻകം ആണോ നോൺ അഗ്രികൾച്ചറൽ ഇൻകം? ഇനി ഞാൻ പറഞ്ഞ തെറ്റാണോ? ഇത് അഗ്രികൾച്ചറൽ ഇൻകം ആണോ? കൺഫ്യൂഷൻ ആണോ? ഓരോ ഐറ്റവും അല്പം സമയമെടുത്ത് വായിച്ചു നോക്കുക. ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണല്ല, പക്ഷെ ഇതെന്തല്ല? അഗ്രികൾച്ചറൽ ഇൻകം അല്ല, ഇത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇനി റെന്റ് ഓർ റവന്യൂ, അല്ലെങ്കിൽ റവന്യൂ ഫ്രം ലാൻഡ് ഫ്രം അഗ്രികൾച്ചറൽ പ്രോസസ് അല്ലെ പർപ്പസ്. പിന്നെ നമ്മൾ കണ്ടായിരുന്നു ഇൻകം ഫ്രം ഫാം ഹൗസ്. ഫാം ഹൗസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ കണ്ട് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം. എന്താണ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം? അതിനെ പൂർണ്ണമായിട്ടും അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ടീ ലീവ്സിന്റെ കാര്യം കണ്ടു, കോഫിയുടെ കാര്യം കണ്ടു, റബ്ബറിന്റെ കാര്യം കണ്ടു. ഈ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാ. അതിൽ അഗ്രികൾച്ചറൽ ഇൻകം എന്താണ്, നോൺ അഗ്രികൾച്ചറൽ ഇൻകം എത്ര ശതമാനമാണെന്ന് കണ്ടു. പിന്നെ നമ്മൾ കണ്ടായിരുന്നു ഇന്റഗ്രേഷൻ എന്താണെന്ന്. ഇന്റഗ്രേഷൻ, ക്ലബിംഗ് ഓഫ് അഗ്രികൾച്ചറൽ ഇൻകം വിത്ത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം. അത് ചെയ്യുന്ന 2 സാഹചര്യം കണ്ടായിരുന്നു. ഒന്നാമത്തെ സാഹചര്യം എന്തായിരുന്നു? അല്ലെ ക്ലബ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ക്ലബിംഗ് എപ്പോഴാണ് ചെയ്യേണ്ടത്? എന്റെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2.5 ലക്ഷം അതിൽ കൂടുതലായിരിക്കും, 2.5 ലക്ഷത്തിൽ കൂടുതലായിരിക്കും. അതേസമയം തന്നെ എന്റെ അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതലായിരിക്കും. നോൺ അഗ്രികൾച്ചറൽ ഇൻകം 2.5 ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കണം, അഗ്രികൾച്ചറൽ ഇൻകം 5000 രൂപയിൽ കൂടുതലായിരിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുകയാണെങ്കിൽ മാത്രം ക്ലബിംഗ് നടത്തിയാൽ. പിന്നെ നമ്മൾ കാണുന്നതാണ് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ്. ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്, പക്ഷെ അത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ഓക്കെ, ഇവിടെ 3 ക്വസ്റ്റ്യനുകൾ ഉണ്ട്. ക്വസ്റ്റ്യനുകൾക്ക് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. വാട്ട് ഈസ് ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം? ഗീവ് ആൻ എക്സാമ്പിൾ. മറ്റൊരു ചോദ്യം, ഗീവ് 2 എക്സാമ്പിൾസ് ഫോർ നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ്. ലാൻഡിൽ ലഭിക്കുന്ന നോൺ അഗ്രികൾച്ചറൽ ഇൻകം, അതിന് 2 എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അഗ്രികൾച്ചറൽ ഇൻകം ടാക്സബിൾ ആണ്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ട. പക്ഷെ ഒരു ഇൻകം കണ്ട ശേഷം അത് അഗ്രികൾച്ചറൽ ഇൻകം ആണോ എന്ന് തിരിച്ചറിയുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കും. അല്ലെങ്കിൽ അത് പാർട്ട്ലി അഗ്രികൾച്ചറൽ ഇൻകം ആണോ എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കും. അല്ലെങ്കിൽ അത് നോൺ അഗ്രികൾച്ചറൽ ഇൻകം ആണോ എന്ന് തിരിച്ചറിയുവാനും നമ്മൾ പ്രാപ്തരായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ടാക്സ് കമ്പ്യൂട്ടേഷൻ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ക്ലബിംഗ് നടത്തും എന്ന കാര്യവും തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. അതായത് എല്ലാ സാഹചര്യത്തിലും കൃഷിയിൽ നിന്നുള്ള ഇൻകം അതിന് ടാക്സ് കൊടുക്കേണ്ട, അല്ലെങ്കിൽ ടാക്സബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മളത് ക്ലബ് ചെയ്യും. കൃഷിയിൽ നിന്നുള്ള ഇൻകത്തിനും ടാക്സ് കൊടുക്കേണ്ടി വരും. അതേത് സാഹചര്യമാണെന്നും നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.